എല്ലാവർക്കും ഷാഹിദിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. വളരെ നേർമയുള്ളതും എന്താ പറയുക, എല്ലാവരും ആഗ്രഹിക്കുന്നതും, എല്ലാവർക്കും ജീവിതത്തിൽ ആഗ്രഹം എന്നും നല്ല ദിവസമാവണേ എന്നും നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള ദിവസമാവണമെന്നുള്ളതും, അതേപോലെ ജോലിയിലാണെന്നുണ്ടെങ്കിൽ എളുപ്പമാകുന്ന രീതിയിൽ ജോലി ചെയ്യാനും ഒക്കെ സാധിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് എല്ലാവരും എഴുന്നേൽക്കാറ്. സങ്കടങ്ങൾ വരാനോ ദുഃഖങ്ങൾ വരാനോ ആരും താല്പര്യപ്പെടാറില്ല. എന്നാൽ വാസ്തവത്തിൽ സംഭവിക്കുന്നത് എന്താണെന്നുള്ളൊരു ക്രൈറ്റീരിയ ഞാൻ ചെറുതായിട്ടൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ദിവസം ഞാൻ എൻ്റെ ലൈഫ് വെച്ച് ഉദാഹരണം പറയാം. ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യം, അത് വേറൊന്നുമല്ല, എത്രയും പെട്ടെന്ന് റെഡി ആയിട്ട് ജോലി സ്ഥലത്തേക്ക് പോകണം എന്നുള്ളതാണ് എൻ്റെ ചിന്ത. 8:30 അവിടെ എത്തണം. എൻ്റെ ആ ചിന്താഗതിയാണ് എന്നെ ഓവറോൾ ആ ദിവസം മൊത്തം പോസിറ്റീവായിട്ട് നിലനിർത്തുന്നത്. കാരണം ഷോപ്പ് തുറക്കേണ്ടത് 9 മണിക്കാണ്, എനിക്ക് എത്തേണ്ടത് 8:30 ഞാൻ ഫിക്സ് ചെയ്തേക്കാണ്. അപ്പോൾ അതെനിക്കൊരു പോസിറ്റീവ് വൈബാണ് തരുന്നത്. എല്ലാവർക്കും എന്താ പറയുക, അങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കാനും അതേപോലെ നല്ല ആരോഗ്യത്തോടു കൂടിയൊക്കെ ജീവിക്കാൻ നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കണം കേട്ടോ. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നല്ല ഭക്ഷണം എന്താണോ നമ്മൾ അകത്തേക്ക് കൺസ്യൂം ചെയ്യുന്നത്, അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് നമുക്ക് ജീവിതത്തിൽ കിട്ടുക. ന്യൂട്ടൻ്റെ ഒരു തേർഡ് ലോ ഇല്ലേ, ഫോർ എവരി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. എന്നാൽ ഞാൻ ആ റിയാക്ഷൻ മാറ്റി, ഫോർ എവരി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആക്ഷൻ. നമ്മൾ എന്താണോ അകത്തേക്ക് ഒരു ആക്ഷൻ ഇടുന്നത്, അതിൻ്റെ അതേ തരത്തിലുള്ളൊരു ആക്ഷനാണ് റിയാക്ഷൻ എന്ന് നമുക്ക് പറയാം. ആക്ഷനാണ് നമുക്ക് പുറത്ത് അനുഭവപ്പെടുക. ജീവിതത്തിൽ ഒരുപാട് സന്ദർഭങ്ങൾ വരും. ഈ സന്ദർഭങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളുടെ ഭാഗമായിട്ടും ആവാം. കാരണം മറ്റുള്ളവർക്കുണ്ട്, നമ്മുടെ കൂട്ടുകാർ സെറ്റിൽഡാണ്, അല്ലെങ്കിൽ അവർ ഓക്കെ ആണ്, നമുക്ക് എന്തുകൊണ്ട് ഇതൊന്നും സാധിക്കില്ല എന്ന് പറഞ്ഞാൽ ഈ ചോദ്യം ഉത്ഭവിക്കുന്നിടത്താണ് പ്രശ്നം. നമുക്ക് ഇത് സാധിക്കില്ല എന്ന് നമ്മുടെ നാവ് കൊണ്ട് പറയാതെ സാധിക്കും, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്നുള്ള വാക്കുകൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി അലൈൻഡ് ആവാൻ തുടങ്ങും. ഡിസിപ്ലിൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ അതിന് ഡിസിപ്ലിനാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അപ്പോൾ ആ ഡിസിപ്ലിൻ നമ്മൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രാവിലെ നേരത്തെ എഴുന്നേക്കാം, എക്സസൈസ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എക്സസൈസ് ചെയ്യാം, നമ്മുടെ മറ്റ് ജോലികൾ കാര്യങ്ങൾ കൃത്യമായിട്ട് തീർക്കാൻ വേണ്ട കാര്യങ്ങളിലെല്ലാം പ്രിപ്പറേഷൻ ചെയ്യാം. അപ്പോൾ അങ്ങനെ നമുക്ക് ഡിസിപ്ലിൻ കൊണ്ടുവരാം. പിന്നെ പ്രാർത്ഥന ഡിസിപ്ലിൻ കൊണ്ടുവരാനുള്ള ഏറ്റവും വലിയൊരു മാർഗ്ഗമാണ്. മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളമെങ്കിലും കൃത്യമായിട്ട് 5 നേരത്തെ ഒരു ഡിസിപ്ലിനറി ആക്ട് ഉണ്ട്. അതേപോലെ ക്രിസ്ത്യാനികൾക്കാണെന്നുണ്ടെങ്കിലും കുർബാനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹിന്ദുസിനാണെന്നുണ്ടെങ്കിലും അമ്പലത്തിൽ ഓപ്ഷൻ ഉണ്ട്. മറ്റു വിഭാഗക്കാരായിക്കോട്ടെ, എന്തു ആയിക്കൊള്ളട്ടെ, എല്ലാവർക്കും പ്രാർത്ഥനയിൽ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് ഡിസിപ്ലിൻ. ഈ ഡിസിപ്ലിനാണ് കൺസിസ്റ്റൻസി ഉണ്ടാക്കുന്നതും, ഈ കൺസിസ്റ്റൻസിയാണ് സക്സസ് ഉണ്ടാക്കുന്നതും, ഈ സക്സസ്സാണ് ജീവിതത്തിൽ വിക്ടറി ഉണ്ടാക്കുന്നതും, ഈ വിക്ടറിയാണ് ഒരു മാതൃകയായി മാറുന്നതും, ഈ മാതൃകയാണ് ഭാവിയിൽ നമ്മളെ എല്ലാം ആക്കി തീർക്കുന്നത്. അപ്പോൾ നമ്മൾ തുടങ്ങിയത് എവിടെ നിന്നാണ്? ഒരു ചെറിയൊരു ഡിസിപ്ലിനിൽ നിന്നാണ്. ഒരു വാതിലുണ്ടാകാം, ഒരു വലിയ വാതിൽ, പക്ഷെ അതിൻ്റെ താക്കോല് പൂട്ടുന്ന വശം അതിനേക്കാൾ ചെറുതാണ്. എന്നാൽ ആ പൂട്ട് തുറക്കുന്നതോ അതിനേക്കാൾ ചെറുതായിട്ടുള്ളൊരു കാര്യം കൊണ്ടിട്ടാണ്. അപ്പോൾ അതിനെ കമ്പാരിറ്റീവ്ലി പറയുമ്പോൾ നമ്മുടെ മൂലമായിട്ടുള്ള, അതായത് ഇന്നറായിട്ടുള്ള തോട്ട് പ്രോസസ്സാണ് എല്ലാത്തിൻ്റെയും കവാടങ്ങൾ തുറക്കാനുള്ള ഏറ്റവും വലിയ സാധ്യതയായി മാറുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്ന് എൻ്റെ പ്രാർത്ഥന നിറഞ്ഞ നല്ലൊരു സുദിനം ആശംസിക്കുന്നു. ഇന്ന് 2/11/2025. ഇനി മാസങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ, 2 മാസം കഴിഞ്ഞാൽ കഴിഞ്ഞു നമ്മുടെ ഈ സംവത്സരം. ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത വർഷം വരെയാണ്. അപ്പോൾ അതിലേക്കൊക്കെ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ചെയ്യുന്നത് പോലെ ഇന്ന് ഞാൻ ഈ വളം ഇട്ടാൽ, അല്ലെങ്കിൽ ഇന്ന് ഈ വിത്ത് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം, ഇതിൽ വെള്ളം ഒഴിച്ചാൽ മാത്രമാണ് എനിക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ എനിക്ക് അടുത്ത മന്തിലേക്കൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഓക്കെ ഗായ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം.